Hi all, iPlus Training Solutions ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ 2023 നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ്. നിങ്ങൾക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ പല സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കെമിസ്ട്രിയുടെ പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 30ഓളം ചോദ്യങ്ങൾ കെമിസ്ട്രി പാർട്ടിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം 50ാമത്തെ ചോദ്യം തൊട്ട്, 50 നമ്പർ കിടക്കുന്നത് 50ാമത്തെ ചോദ്യം തൊട്ടായിരുന്നു നമ്മുടെ കെമിസ്ട്രി പാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 50ാമത്തെ ചോദ്യം ഇതായിരുന്നു, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾസ് ഡസ് നോട്ട് ഒബേ പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ 4 പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ഫോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഈ കൂട്ടത്തിൽ ആരാണ് പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാത്തത് എന്നാണ് ചോദ്യം കേട്ടോ. ഡസ് നോട്ട് ഒബേ പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പം പ്രോട്ടോൺസ് ആണോ, ന്യൂട്രോൺസ് ആണോ, ഇലക്ട്രോൺസ് ആണോ, ഫോട്ടോൺസ് ആണോ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക്സ് ആയിട്ടൊന്ന് നോക്കാം. അതിനുശേഷം ഇതിന്റെ ആൻസറിലോട്ട് പോവാം. നോക്കിക്കേ, the principle states that no two fermions means particles which have integer spin can occupy the same quantum state simultaneously. നമ്മുടെ പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മൾ നോർമലി ഇപ്പം അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് വെച്ചിട്ടാണ് യൂഷ്വലി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്ന പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? നോ ടു ഓർബിറ്റൽസ് ക്യാൻ അല്ലെങ്കിൽ ഓക്കുപ്പൈ മോർ ദാൻ 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതായത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോൺസിന് മാത്രമേ ഓക്കുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കൂ അല്ലെ. ഇനി നോർമലി നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് ഇപ്പൊ ഇലക്ട്രോൺസിനെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടല്ല പറയുന്നത്, മറിച്ച് നോക്കിക്കേ സ്റ്റേറ്റ്മെന്റ്, ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് നോ ടു ഫെർമിയോൺസ് ക്യാൻ ഓക്കുപ്പൈ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് സൈമൾട്ടേനിയസ്ലി. അതായത് എന്താണ്? നോ ടു ഫെർമിയോൺസ് എന്നാണ് പറയുന്നത്. ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിജർ സ്പിൻ, ഹാഫ് ഇൻഡിജർ സ്പിന്ന് വരുന്ന ആളുകളെയാണ് ഫെർമിയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫെർമിയോൺസിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നോക്കാം, ഹാഫ് ഇൻഡിജർ സ്പിൻ ഉള്ളവരാണ് ഫെർമിയോൺസ്. അപ്പോൾ ഫെർമിയോൺസിന്റെ കേസിൽ നോ ടു ഫെർമിയോൺസ് ക്യാൻ ഓക്കുപ്പൈ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് സൈമൾട്ടേനിയസ്ലി. 2 ഫെർമിയോൺസിന് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ 2 ഇലക്ട്രോൺസിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 പേർക്കും സെയിം സെറ്റ് ഓഫ് ഓൾ ദി ക്വാണ്ടം നമ്പേഴ്സ് യാതൊരു കാരണവശാലും വരില്ല എന്ന് നമ്മൾ പറയുന്നു അല്ലെ. സെയിം അതിന് പകരം ഇലക്ട്രോൺസിന് പകരം ഫെർമിയോൺസ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അതായത് ഹാഫ് ഇൻഡിജർ സ്പിന്നുള്ള എല്ലാ ആളുകൾക്കും എന്താണ്, ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള 2 ഫെർമിയോൺസിന് യാതൊരു കാരണവശാലും എല്ലാ ക്വാണ്ടം സ്റ്റേറ്റ്സും ഒരുപോലെ വരത്തില്ല. അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 2 ഫെർമിയോൺസിന് മാത്രമേ ഒക്കുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം, photons on the other hand are bosons, that is particles with integer spin and they do not obey Pauli's exclusion principle. ഇനി ഈ ഫെർമിയോൺസിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഫെർമിയോൺസിന്റെ കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ഒക്കെയാണ് ഫെർമിയോൺസിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഈ 3 ആളുകളും ഹാഫ് ഇൻഡിജർ സ്പിൻ ഉള്ളവരാണ്. അവർ ഏത് കാറ്റഗറിയിൽ വരും? ഫെർമിയോൺസിന്റെ കാറ്റഗറിയിൽ വരും. സോ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഇവർ 3 പേരും എന്ത് ഒബേ ചെയ്യും? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. കാരണം ഫെർമിയോൺസിന്റെ കേസിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫെർമിയോൺസിന്റെ കാറ്റഗറിയിൽ വരുന്നത് ആരാണ്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. ഹാഫ് ഇൻഡിജർ സ്പിൻ ഉള്ള എല്ലാവരും ഫെർമിയോൺസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഇവർ 3 പേരും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. ഇനി 4ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസ് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ബോസോൺസിന്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്താണ് ബോസോൺസ് എന്ന് പറഞ്ഞാൽ? ഇൻഡിജർ സ്പിൻ ഉള്ളവരാണ്. ഹാഫ് ഇൻഡിജർ സ്പിൻ അല്ല, ഇൻഡിജർ സ്പിൻ വാല്യൂസ് ഉള്ളവരാണ് ബോസോൺസ്. ആൻഡ് ബോസോൺസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ആര്? ഫോട്ടോൺസ്. ഓക്കെ, ബോസോൺസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഫോട്ടോൺസ്. അപ്പം പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഇവർ 3 പേരും ഫെർമിയോൺസ് ആണ്. ഫെർമിയോൺസിന്റെ പ്രത്യേകത എന്താണ്?
ഹാഫ് ഇൻറ്റിജർ സ്പിന്നുള്ള ആളുകളാണ്. ഓക്കെ, ഹാഫ് ഇൻറ്റിജർ സ്പിന്നുള്ള ആളുകളാണ്. ആൻഡ് ഫോട്ടോണിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് കാറ്റഗറിയിലാണ്? ബോസോൺസിന്റെ കാറ്റഗറിയിലാണ്. ബോസോൺസിന്റെ പ്രത്യേകത എന്താണ്? ഇൻറ്റിജർ വാല്യൂ ഓഫ് സ്പിൻ ഉള്ളവരാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ആൾ ആരാണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നവർ ഫെർമിയോൺസ് ആണ്, അതായത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആണ്. അപ്പോൾ ഫെർമിയോൺസ് അല്ലാത്തവർ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഫെർമിയോൺസ് അല്ലാത്തവർ ആരാണ്? ബോസോൺസ് ആയിട്ടുള്ള ആൾ ആരാണ്? ഫോട്ടോൺസ് ആണ്. സോ ഫോട്ടോൺസ് ആണ് തന്നിട്ടുള്ള കൂട്ടത്തിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാത്ത ആളുകൾ. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഫോട്ടോൺ. ഓപ്ഷൻ ഡി, ഫോട്ടോൺ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 51ാമത്തെ ചോദ്യം, അതായത് നമ്മുടെ കെമിസ്ട്രി പാർട്ടിലെ 2ാമത്തെ ചോദ്യമാണ്. നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് എക്സാമ്പിൾ ഫോർ റോംബോഹെഡ്രൽ ക്രിസ്റ്റൽ സിസ്റ്റം? അപ്പൊ തന്നിട്ടുള്ളതിൽ റോംബോഹെഡ്രൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, റോംബോഹെഡ്രൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ സിലിക്കൺ ആണോ, ആഴ്സെനിക് സൾഫൈഡ് As2S3 ആണോ, ദെൻ കൊബാൾട്ട് ആണോ, ആന്റിമണി ആണോ? ഇതിൽ ആരാണ് നമ്മുടെ റോംബോഹെഡ്രൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ടും 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഇങ്ങനെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ ക്രിസ്റ്റൽ സിസ്റ്റംസിന്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റംസിന്റെ കേസിലും അവരുടെ യൂണിറ്റ് സെൽസ് A, B, Cയുടെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ ആംഗിൾസ്, ഇന്റർപ്ലനർ ആംഗിൾസിന്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നോക്കി വെച്ചിരിക്കുക. അതും എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. ഓക്കെ, ആൻഡ് ഇവരുടെ ഓരോരുത്തരുടെയും കേസിൽ ഇതാണ്ടേ നമ്മുടെ ആക്സിയൽ ലെങ്ത്തുകൾ, അതായത് A, B, C യൂണിറ്റ് സെൽസ് അല്ലെങ്കിൽ ആക്സിയൽ ലെങ്ത്തുകൾ ഏത് രീതിയിലാണ് വേരി ചെയ്യുന്നത്, അതേപോലെ തന്നെ അവരുടെ ഇന്റർഫേഷ്യൽ ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമയുടെ വാല്യൂസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ, അതായത് ഈ ഓർഡറിൽ പഠിച്ചു വെക്കണേ. വേണ്ട, ഓർത്തോറോംബിക് കഴിഞ്ഞിട്ട് റോംബോഹെഡ്രൽ പഠിച്ചു വെക്കുക കേട്ടോ. ഓർത്തോറോംബിക് കഴിഞ്ഞ് ഞാൻ റോംബോഹെഡ്രൽ ഇങ്ങോട്ടൊന്ന് എഴുതുകയാണേ. റോംബോഹെഡ്രൽ അല്ലേ, കുഴപ്പമില്ല, ഈ രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി, ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പൊ നോക്കിക്കേ, ക്യൂബിക്കിന്റെ കേസിൽ ഏറ്റവും സിമെട്രിക് ആയിട്ടുള്ള സിസ്റ്റമാണ് ക്യൂബിക് സിസ്റ്റം. ഓക്കെ, ഏറ്റവും സിമെട്രിക് ആയതുകൊണ്ട് തന്നെ 3 ആക്സിയൽ ലെങ്ത്തുകൾ A, B, C ഈക്വൽ ആയിരിക്കും. അതേപോലെ 3 ഇന്റർഫേഷ്യൽ ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും സിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ വരുന്നത്? ക്യൂബിക് ആണ്. കാരണം അതിന്റെ ആക്സിയൽ ലെങ്ത് Aയും Bയും Cയും തുല്യമാണ്. അതേപോലെ തന്നെ ഇന്റർഫേഷ്യൽ ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമയുടെ വാല്യൂ തുല്യമാണ്, 90 ഡിഗ്രി ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും സിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ക്യൂബിക് ആണ്. ഇനി ഏറ്റവും സിമെട്രിക് അല്ലാത്ത, ഏറ്റവും അസിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ട്രൈക്ലിനിക് ആണ്. കാരണം ട്രൈക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ്. Aയും Bയും Cയും വ്യത്യസ്തമാണ്. അതുപോലെ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമയാണ്, നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അതായത് ആൽഫ, ബീറ്റ, ഗാമ ആംഗിൾസും വ്യത്യാസമാണ്. ഓക്കെ, അപ്പം ആക്സിയൽ ലെങ്ത്തും ഇന്റർഫേഷ്യൽ ആംഗിൾസും എല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഏറ്റവും അസിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ വരുന്നത്? ട്രൈക്ലിനിക്. ആ 2 കാര്യങ്ങളൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഏറ്റവും സിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബിക് ആണ്. ഏറ്റവും അസിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈക്ലിനിക് ആണ്. ഓക്കെ, ആൻഡ് ബാക്കിയുള്ളവരുടെയും A, B, C, ആൽഫ, ബീറ്റ, ഗാമ തമ്മിലുള്ള റിലേഷൻസ് നോക്കി വെച്ചേക്കുക. ടെട്രാഗണൽ വരുമ്പോഴത്തേന് എങ്ങനെയാ റിലേഷൻ വരുന്നത്? A ഈക്വൽ ടു B ആണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു C ആണ്. ഓക്കെ, A ഈസ് ഈക്വൽ ടു B ആണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു C ആണ്. പക്ഷെ ആംഗിൾസ് നോക്കിക്കഴിഞ്ഞാൽ ആൽഫ, ബീറ്റ, ഗാമ എല്ലാം 90 ഡിഗ്രിക്ക് ഇക്വലന്റ്
ഇക്വലന്റ് ആണ്. ഓക്കെ, അതാണ് ആരുടെ കേസിലുള്ള കണ്ടീഷൻ? ടെട്രാഗണലിന്റെ കേസിലുള്ളത്. അടുത്തത് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്. ഓർത്തോറോംബിക് വരുമ്പോൾ എയും ബിയും സിയും മൂന്നും വ്യത്യസ്തമാണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. പക്ഷെ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ. ആൽഫ, ബീറ്റ, ഗാമ എന്ത് തന്നെയാണ്? 90 ഡിഗ്രിക്ക് ഇക്വലന്റ് ആണ്. നമ്മുടെ ഇത് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മാച്ച് ബോക്സിന്റെ മാച്ച് ബോക്സിന്റെ ആ ഒരു ഘടന ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്? നിങ്ങളൊന്ന് നോക്കിക്കേ. മാച്ച് ബോക്സ് എന്ന് പറയുമ്പോഴത്തേന് അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം വ്യത്യസ്തമാണ് അല്ലെ? ലെങ്ത് കൂടുതൽ, ബ്രെഡ്ത്ത് അതിനെക്കാട്ടി ഇച്ചിരി കൂടെ കുറവ്, ഹൈറ്റ് ഏറ്റവും കുറവ് അല്ലെ? അപ്പൊ എയും ബിയും സിയും വ്യത്യസ്തമാണ്. പക്ഷെ ആംഗിൾസോ ഈ ഓരോ എ ബിയുടെ ഇടയിൽ, ബി സിയുടെ ഇടയിൽ, എ സിയുടെ ഇടയിലുള്ള എല്ലാ ആംഗിൾസും എത്ര തന്നെയാ? 90 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ എയും ബിയും സിയും വ്യത്യസ്തം. അതായത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. പക്ഷെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് ഒരു തീപ്പെട്ടിയുടെ ആ ഒരു മാച്ച് ബോക്സിന്റെ ഘടന വരുന്നത്. സോ മാച്ച് ബോക്സിന്റെ ഘടന ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്? ഓർത്തോറോംബിക്. അത് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം. ഏറ്റവും സിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബിക് ആണ്. ഏറ്റവും അസിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈക്ലിനിക് ആണ്. ദെൻ മാച്ച് ബോക്സിന്റെ ക്രിസ്റ്റൽ ഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തോറോംബിക് ആണ് കേട്ടോ. ഇനി അടുത്തത് മോണോക്ലിനിക്. മോണോക്ലിനിക് വരുമ്പോഴത്തേന് ഇതേപോലെ തന്നെ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. എയും ബിയും സിയും എല്ലാം വ്യത്യസ്തമാണ്. അതേപോലെ ആംഗിൾസിലേക്ക് വരുമ്പോൾ ആൽഫയും ബീറ്റായും 90 ഡിഗ്രി ആണ്. പക്ഷെ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രിയുമാണ്. ഓക്കെ, ആൽഫ ബീറ്റ 90 ഡിഗ്രിയാണ്, ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അടുത്ത ട്രൈക്ലിനിക്കിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഏറ്റവും അസിമെട്രിക് ആണ്. അപ്പൊ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അടുത്ത റോംബോഹെഡ്രലിലേക്ക് വരുമ്പോൾ റോംബോഹെഡ്രലിന്റെ കേസിൽ എയും ബിയും സിയും ഒക്കെ തുല്യമാണ്. ഓക്കെ, എയും ബിയും സിയും തുല്യമാണ്. ആൽഫയും ബീറ്റായും ഗാമയും തുല്യമാണ്. പക്ഷെ അത് 90 ഡിഗ്രി അല്ല, നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ആൽഫയും ബീറ്റായും ഗാമയും തുല്യമാണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അതാണ് റോംബോഹെഡ്രലിന്റെ കണ്ടീഷൻ. അടുത്ത ഹെക്സഗണലിന്റെ കണ്ടീഷൻ വരുമ്പോഴത്തേനോ ഹെക്സഗണലിന്റെ കണ്ടീഷൻ വരുമ്പോൾ എ ഈക്വൽ ടു ബി ആണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു സി ആണ് വരുന്നത് കേട്ടോ. ദെൻ അതേപോലെ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഗാമയുടെ വാല്യൂ 120 ഡിഗ്രി ആണ്. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ 90 ഡിഗ്രി, ഗാമയുടെ വാല്യൂ 120 ഡിഗ്രി. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോരുത്തരുടെ കേസിലും പഠിച്ചു വെച്ചേക്കണം. നമുക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എന്നിട്ട് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി, ഈക്വൽ ടു 90 ഡിഗ്രി. ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് ചിലപ്പോൾ ചോദിക്കുക ഐഡന്റിഫൈ ദ ക്രിസ്റ്റൽ സിസ്റ്റം. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയണം ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് കേട്ടോ. ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ചോദ്യമാണ്. അപ്പോൾ ഈ പറയുന്ന ആക്സിയൽ ലെങ്ത്തുകളുടെയും ഇന്റർഫേഷ്യൽ ആംഗിൾസിന്റെയും വാല്യൂസ് ഓരോ ക്രിസ്റ്റൽ സിസ്റ്റംസിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ ചോദ്യത്തിനകത്ത് നമുക്ക് ചോദിച്ചിരുന്നത് എന്താണ്? എക്സാമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടായിരുന്നു ചോദിച്ചിരുന്നത് അല്ലെ? അപ്പൊ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ക്യൂബിക്കിന്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് അയണ്, കോപ്പർ, കാൽഷ്യം ഫ്ലൂറൈഡ്, NaCl. ഓക്കെ, ഇതെല്ലാം ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റംസിന്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള ആളുകളാണ്. ദെൻ അതേപോലെ തന്നെ ടെട്രാഗണലിന്റെ എക്സാമ്പിൾ ആണ് ഓർഡിനറി, വൈറ്റ്, ടിന്ന്, ഇൻഡിയം ഒക്കെ ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്? ടെട്രാഗണൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ഓർത്തോറോംബിക്കിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ വരുന്നത്? സൾഫർ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, സൾഫർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ആ സൾഫർ ഈ പറയുന്ന ഓർത്തോറോംബിക് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അടുത്തത് മോണോക്ലിനിക്കിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റ്. ഓക്കെ, സോഡിയം സൾഫേറ്റും ഫെറസ് സൾഫേറ്റും ഒക്കെ മോണോക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത ട്രൈക്ലിനിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് ഏതൊക്കെ? നമ്മുടെ കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, K2Cr2O7 ഒക്കെ ട്രൈക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റംസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. ദെൻ റോംബോഹെഡ്രലത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കാൽസൈറ്റ്. റോംബോഹെഡ്രലിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കാൽസൈറ്റ്. ദെൻ ഹെക്സഗണലിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ക്വാർട്സ്, ടോർമലിൻ ഒക്കെ. ക്വാർട്സ് ഒക്കെ നോക്കി വെച്ചേക്കുക കേട്ടോ. ക്വാർട്സ് ഹെക്സഗണൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ദെൻ സൾഫർ ഓർത്തോറോംബിക് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റോംബോഹെഡ്രലിൽ കാൽസൈറ്റ്. ഓക്കെ, അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് ഓരോ എക്സാമ്പിൾസും വരുന്നത് എന്നുള്ളത് നോക്കുക. ഇനി കുറച്ച് അഡീഷണൽ എക്സാമ്പിൾസ് കൂടെ ഉണ്ട്, നോക്കിക്കേ.
സിലിക്കൺ ഡയമണ്ട് ക്യൂബിക് ലാറ്റിസ് ആണ് ആക്ച്വലി അവർക്ക്. ഓക്കെ, ഒരു ഡയമണ്ട് ക്യൂബിക് ലാറ്റിസ് ആണ് സിലിക്കണിന് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ ക്രിസ്റ്റൽ സിസ്റ്റംസിനകത്തൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ല, അവർക്കൊരു ഡയമണ്ട് ക്യൂബിക് ലാറ്റിസ് ആണ് ഉള്ളത്. അടുത്ത ആഴ്സനിക് സൾഫൈഡിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേന് നമ്മുടെ ഓർത്തോറോംബിക് ആണ്. ഓർത്തോറോംബിക്കിന്റെ ഓൾറെഡി നമ്മൾ സൾഫർ പറഞ്ഞു, സൾഫറിന്റെ എക്സാമ്പിൾ നമ്മൾ മോണോക്ലിനിക് സൾഫർ ഒക്കെ നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. സോ ആഴ്സനിക് സൾഫൈഡ് എന്ന് പറയുന്നതും ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്? ഓർത്തോറോംബിക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സൾഫർ നമ്മൾ ഓർത്തോറോംബിക്കിന്റെ ഓൾറെഡി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. സോ ആഴ്സനിക് സൾഫൈഡ് എന്നുള്ളത് ഓർത്തോറോംബിക്കിന്റെ കാറ്റഗറിയിൽ തന്നെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നു. ഓക്കെ, ദെൻ കൊബാൾട്ടിന് യൂഷ്വലി HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ ആണ് ഉള്ളത് കേട്ടോ. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ ആണ് കൊബാൾട്ടിന് വരുന്നത്. Then antimony എന്താണ് വരുന്നത്? Elemental antimony has a layered structure that crystallizes in a trigonal system which is also known as a rhombohedral system. അപ്പൊ ആന്റിമണിയും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? റോംബോഹെഡ്രലിന്റെ അകത്ത് വരുന്നതാണ്. കാൽസൈറ്റ് അതേപോലെ തന്നെ ആന്റിമണിയും ഈ പറയുന്ന റോംബോഹെഡ്രലിന്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഈ എക്സാമ്പിൾസ്, ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് ഈ ഒരു ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ എക്സ്ട്രാ പറഞ്ഞ ഏറ്റവും സിമെട്രിക് ആയിട്ടുള്ളത്, ഏറ്റവും അസിമെട്രിക് ആയിട്ടുള്ളത്, മാച്ച് ബോക്സിന്റെ ഘടനയുള്ള ക്രിസ്റ്റൽ സിസ്റ്റം, ഇതൊക്കെ പല പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ആന്റിമണി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതും നമ്മുടെ മിക്ക പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ വെലോസിറ്റീസ്, ആവറേജ് വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, RMS വെലോസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മിക്ക പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ചോദ്യം നോക്കിക്കേ. The relation between the RMS velocity, average velocity and most probable velocity is. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. RMS വെലോസിറ്റിയും മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും അതേപോലെ ആവറേജ് വെലോസിറ്റി, മൂന്ന് പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും വലുത് പിന്നെ ഇന്റർമീഡിയറ്റ് ഏറ്റവും ചെറിയ വാല്യൂ ആർക്ക്, ആ രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ വാല്യൂസ് അറിയണം അല്ലേ. ആവറേജ് വാല്യൂ എന്താണ്, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണ്, അതേപോലെ RMS വാല്യൂ എന്താണ്. ഓരോരുത്തരുടെയും വാല്യൂ അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമ്മൾ അവർ തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്താണെന്നുള്ളത് നോക്കാം. നോക്കിക്കേ, ദ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഓർ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് ദ സ്പീഡ് പൊസസ്ഡ് ബൈ ദ ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ്. അതായത് എൻ്റെ കയ്യിൽ ഒരു 10 ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് അല്ല, വേണ്ട പോട്ടെ, 5 ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, 1 2 3 4 5. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 5 ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് കരുതുക. ആദ്യത്തെ ആളുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കരുതുക. ഓക്കെ, അടുത്ത ആളുടേത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അടുത്ത ആളുടേത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അടുത്ത ആളുടേത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അടുത്ത ആളുടേത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പം 5 ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളതിൽ കൂടുതൽ ആളുകളും പൊസസ് ചെയ്തിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? കൂടുതൽ പേരും പൊസസ് ചെയ്തിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. സോ എനിക്ക് പറയാം ഇവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. അതായത് നമ്മളൊരു സെറ്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസും പ്രോസസ്സ് ചെയ്തിട്ടുള്ള വെലോസിറ്റി, അതിനെയാണ് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 kBT by m അല്ലാന്നുണ്ടെങ്കിൽ √2 RT by m. ഓക്കെ, KB എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ R വെച്ചിട്ട്, അതായത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R വെച്ചിട്ട് റീപ്ലേസ് ചെയ്തും ഇക്വേഷൻ എഴുതാം. അതാണ് 2 രീതിയിൽ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് KB വെച്ചിട്ടും R വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാതിരിക്കാനാണ് 2 ഇക്വേഷൻസും കൊടുത്തിട്ടുള്ളത് കേട്ടോ. √2 kBT by m അല്ലെങ്കിൽ √2 RT by m. T ടെമ്പറേച്ചർ ആണ്, m മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ക്ലിയർ ആണ്. എന്താണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്നുള്ളത് ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വെലോസിറ്റി ആണ് എന്ത്? ആവറേജ് വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ആവറേജ് സ്പീഡ് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ആൻഡ് ഇറ്റ് ഈക്വൽസ് ടു ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ മോളിക്യൂൾ സ്പീഡ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു മോളിക്യൂള് പ്രോസസ്സ് ചെയ്യുന്ന സ്പീഡുകളുടെ ആവറേജ്.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു 5 ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ആദ്യത്തെ ആള് 3 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാമത്തെ ആള് 1 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത ആള് 3 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത ആള് 2 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത ആള് 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത്രയും ഗ്യാസ് മോളിക്യൂൾസിന്റെ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടുക, 3 + 1 + 3 + 2 + 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അത്രയേ ഉള്ളൂ. അതാണ് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസും പോസസ് ചെയ്യുന്ന വെലോസിറ്റി എന്താണോ അതിന്റെ ആവറേജ് കണ്ട് പിടിച്ചാൽ മതി. അതിന്റെ സം എടുത്തിട്ട് അതിനെ ടോട്ടൽ ഗ്യാസ് മോളിക്യൂൾസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നോക്കിക്കേ, √8RT/πm. ഓക്കെ, √8RT/πm അല്ലെങ്കിൽ √8kBT/πm. ടേംസ് എല്ലാം നേരത്തെ ടേംസ് തന്നെ. R ഗ്യാസ് കോൺസ്റ്റന്റ്, KB ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, M മാസ്, പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു പൈയും കൂടെ ഡിനോമിനേറ്ററിൽ വന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് RMS സ്പീഡ് അല്ലെങ്കിൽ RMS വെലോസിറ്റി. ഓക്കെ, RMS വെലോസിറ്റി നോക്കിക്കേ, ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി റാൻഡം വെലോസിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. എന്താണ് അപ്പം റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നാണ് അല്ലെ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നാണ്. അതായത് എൻ്റെ കയ്യിൽ 5 ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, A1 A2 A3 A4 A5. ഇത്രയുമാണ് ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ വെലോസിറ്റീസ് എന്ന് കരുതുക. ഓക്കെ, ഇനി ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഈ വെലോസിറ്റീസിന്റെ സ്ക്വയർ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, അതിന്റെ മീൻ എടുത്തു. മീൻ എടുക്കാൻ എന്ത് ചെയ്തു, എല്ലാത്തിനെയും കൂടെ പ്ലസ് ചെയ്തിട്ട് ഹോൾ എത്ര നമ്പർ ഉണ്ടോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് എടുത്തു, അതിൻ്റെ റൂട്ട് എടുത്തു. ഇതിനെയാണ് RMS വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള വെലോസിറ്റീസ് എല്ലാം കൂടെ എന്ത് ചെയ്തു, ആദ്യം സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ മീൻ എടുത്തു, ദെൻ അതിൻ്റെ റൂട്ട് എടുത്തു. അതാണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആൻഡ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് √3kBT/m അല്ലെങ്കിൽ √3RT/m. ഓക്കെ, ടേംസ് എല്ലാം മറ്റേലുള്ള ടേം തന്നെയാണ്, R ഉം T ഉം M ഉം അല്ല. ഓക്കെ, അപ്പം 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചല്ലോ. എന്തൊക്കെയാണ്? നമ്മുടെ RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് √3RT/m. നമ്മുടെ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് √8RT/πm. ആൻഡ് നമ്മുടെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് √2RT/m. ഓക്കെ, അപ്പം 3 ഇക്വേഷൻസും ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ 3 വെലോസിറ്റീസിന്റെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റീസിന്റെയും ഇക്വേഷൻസ്. ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഒന്നെങ്കിൽ ഇക്വേഷൻ ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിലും ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 ഇക്വേഷൻസ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഇതിൽ ഏറ്റവും വലുതാര് ഏറ്റവും ചെറുതാര് ആ ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നോക്കിക്കേ, എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളവരെ നമുക്കങ്ങ് വെട്ടിക്കളയാം. RT എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലായിടത്തും RT വെട്ടി, എല്ലായിടത്തും M ഉം കോമൺ ഉണ്ട്. അപ്പൊ ഞാൻ M ഉം എല്ലായിടത്തും വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തുണ്ട്, √3, അടുത്തതോ √8/π√2 അല്ലെ. ഇനി ഇവരുടെ വാല്യൂസ് നോക്കിയാൽ മതി. √3യുടെ വാല്യൂ എന്താ, 1.732 ആണ് √3യുടെ വാല്യൂ വരുന്നത്. ദെൻ √8/π ചെയ്യണം അല്ലെ. √8നെ നമുക്ക് എങ്ങനെ എഴുതാം, √4 × 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 × √2 എഴുതാം. √2ന്റെ വാല്യൂ എന്താ, 1.414 അല്ലെ. അപ്പൊ 1.414 × 2 ചെയ്യുമ്പോൾ നമുക്ക് 2√2ന്റെ വാല്യൂ കിട്ടും, അല്ലെ √8ന്റെ വാല്യൂ കിട്ടും. അതിനെ 3.14 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, പൈ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.596 എന്ന് കിട്ടും. ഓക്കെ, ദെൻ √2ന്റെ വാല്യൂ 1.414. അപ്പൊ നോക്കിക്കേ, RMS വെലോസിറ്റി ഈസ് ടു ആവറേജ് വെലോസിറ്റി ഈസ് ടു മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ എന്താണ്, 1.732 ഈസ് ടു 1.596 ഈസ് ടു 1.414 അല്ലെ. അപ്പൊ ആർക്കാണ് ഏറ്റവും വലിയ വാല്യൂ കിട്ടിയിട്ടുള്ളത്, ആർക്കാണ്, നമ്മുടെ RMS വെലോസിറ്റിക്കാണ് ഏറ്റവും വലിയ വാല്യൂ കിട്ടിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം ആരാണ്, ആവറേജ് വെലോസിറ്റി ആണ് 2ാം സ്ഥാനത്ത്. ആൻഡ് ആരാണ് 3ാം സ്ഥാനത്തുള്ളത്, 3ാം സ്ഥാനത്തുള്ളത് നമ്മുടെ മോസ്റ്റ്
പ്രോബബിൾ വെലോസിറ്റി ആണ്. ഓക്കെ, RMS വെലോസിറ്റി ആണ് ഫസ്റ്റ് സ്ഥാനത്ത്, രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് ആവറേജ് വെലോസിറ്റി ആൻഡ് മൂന്നാമത്തെ സ്ഥാനത്തുള്ളത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. മൂന്ന് പേരുടെയും ഇക്വേഷൻസും തിരിഞ്ഞു പോരുത്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ √2RT/m, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ √8RT/πm ആൻഡ് നമ്മുടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായി നമ്മുടെ RMS വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ √3RT/m. ഓക്കെ, ആൻഡ് റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും വലിയ വാല്യൂ വരുന്നത് ആർക്കാണ്? RMS വെലോസിറ്റിക്കാണ്. ആൻഡ് നടുക്ക് വരുന്നത് ആരാണ്? ആവറേജ് വെലോസിറ്റി ആണ്. ആൻഡ് ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് ആർക്കാണ്? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിക്കാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് RMS വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണ്, ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലായിരുന്നോ? അടുത്ത ചോദ്യം നോക്കാം. 53ാമത്തെ ചോദ്യം, നമ്മുടെ കെമിസ്ട്രി പാർട്ടിൽ നിന്നുള്ള 4ാമത്തെ ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ദ നോർമാലിറ്റി ഓഫ് 1 മോളാർ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ? 1 മോളാർ സോഡിയം കാർബണേറ്റ് സൊല്യൂഷന്റെ നോർമാലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം മൊളാരിറ്റി തന്നിട്ടുണ്ട് 1 മോളാർ ആണെന്ന്. ഓക്കെ, അപ്പം മൊളാരിറ്റി തന്നിട്ട് അതിൽ നിന്നും എങ്ങനെ നോർമാലിറ്റി കണ്ടുപിടിക്കും, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 1 നോർമൽ ആണോ, 0.1 നോർമൽ ആണോ, 2 നോർമൽ ആണോ, 0.2 നോർമൽ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. Normality is calculated by multiplying the molarity of a solution by its n factor or equivalence factor. അപ്പോൾ നോർമാലിറ്റി നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് നോർമാലിറ്റി കണ്ടുപിടിക്കുക? മൊളാരിറ്റിയെ n ഫാക്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഇക്വലൻസ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നോർമാലിറ്റി കിട്ടുക. ഓക്കെ, അപ്പൊ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് മൊളാരിറ്റി ഇൻറ്റു n ഫാക്ടർ എന്ന് എഴുതാം. ഓക്കെ, നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു n ഫാക്ടർ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് സോഡിയം കാർബണേറ്റിന്റെ 1 മോളാറിന്റെ നോർമാലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ സോഡിയം കാർബണേറ്റ് ആകുമ്പോൾ അവരെ ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. Na2CO3 ആണ് സോഡിയം കാർബണേറ്റ്. അപ്പൊ അവരെ ഡിസോസിയേറ്റ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? 2Na++ CO3 2- എന്നാണ് സോഡിയം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിസോസിയേഷനിൽ നിന്നാണ് നമ്മൾ n ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി n ഫാക്ടർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. ചേഞ്ച് ഇൻ ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പറിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ആണ് എന്ത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ പറയുന്ന n ഫാക്ടർ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, Na2CO3 ഡിസോസിയേറ്റ് ചെയ്ത് 2Na++ CO3 2- ആയിട്ട് മാറി അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ? നെഗറ്റീവ്, ഒന്നുകിൽ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാനിപ്പോൾ പോസിറ്റീവ് ചാർജാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം Na+, എന്നയുടെ ചാർജ് പ്ലസ് ആണ്, പക്ഷെ എത്ര Na ഉണ്ട് നമ്മുടെ കയ്യിൽ? 2 Na ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? +2 ചാർജ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് യൂഷ്വലി അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? 0 ആണ് അല്ലെ. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടായ ചേഞ്ചിനെ നമുക്ക് എങ്ങനെ ഇവിടെ കണ്ടുപിടിക്കാം? ഡിസോസിയേറ്റ് ചെയ്തപ്പം അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ +2 വർധനവ് ഉണ്ടായി. ഇനിഷ്യലി അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു. സോ ആ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n ഫാക്ടറിന്റെ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഇക്വലൻസ് ഫാക്ടറിന്റെ വാല്യൂ കിട്ടും. അത് എത്രയാണ്? 2 - 0 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? n ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് n ഫാക്ടർ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവരെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Na+ ആണ്. അങ്ങനെ 2 Na+ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടലി 2+ ചാർജ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനിഷ്യലി അവർ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്നും +2 വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കാം? 2 - 0 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. അപ്പൊ n ഫാക്ടറിന്റെ വാല്യൂ ഇവിടെ 2 കിട്ടി. നമുക്കറിയാം നോർമാലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മൊളാരിറ്റി ഇൻറ്റു n ഫാക്ടർ. മൊളാരിറ്റി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാ? 1 മോളാർ സൊല്യൂഷൻ ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടല്ലോ. 1 മോളാർ സോഡിയം കാർബണേറ്റ് ആൻഡ് n ഫാക്ടർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാ? 2. ഓക്കെ, അപ്പം മൊളാരിറ്റി ഇൻറ്റു n ഫാക്ടർ ദാറ്റ് ഈസ് 1 × 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 നോർമൽ എന്ന് കിട്ടി. ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് മൊളാരിറ്റി തന്നിട്ട് നോർമാലിറ്റി കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു n ഫാക്ടർ. ആൻഡ് n ഫാക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്നിട്ടുള്ള മോളിക്യൂള് അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്യുക, ദെൻ അവിടെ ഉണ്ടായിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കുക. അതാണ് n ഫാക്ടർ. ഓക്കെ, ആ n ഫാക്ടറിൻ്റെ മൊളാരിറ്റി ചെയ്താൽ മതി, നോർമാലിറ്റി കിട്ടും. ഓക്കെ ആണേ?
അപ്പം ഇവിടെ വരെ നിൽക്കട്ടെ, ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്